വായു ഇന്ന് നമുക്ക് ജോർജിയയിലെ പബ്ലിക് സർവീസ് ഹാൾ അഥവാ ജസ്റ്റിസ് ഹൗസിലേക്ക് പോകാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അവിടുന്ന് 301 എന്ന ബസ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. പൊതുവെ ഞങ്ങൾ മഷൂദ്ക്കലാണ് ട്രാവൽ ആക്കാറ്, കാരണം അത് സ്പീഡിന് അവിടെ ചെല്ലും. ബസ് ഓരോ സ്റ്റോപ്പിൽ നിർത്തി പയ്യെ പോകാം. ഇവിടുത്തെ ബസ്സുകളിലോ മഷൂദ്ക്കയിലോ നമ്മൾ കയറുമ്പോൾ തന്നെ കാർഡ് ടാപ്പ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. നമ്മുടെ നാട്ടിലെപ്പോൾ ഇവിടെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടർമാരും ഇല്ല. ഒരു പ്രാവശ്യം കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആണെങ്കിൽ 6 രൂപയും അല്ലാത്തവർക്കാണെങ്കിൽ 33 രൂപയാണ് നാട്ടിൽ. ഒരു ടാപ്പിൽ 1.5 മണിക്കൂർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് ബസ്സിലോ മെട്രോയിലോ മഷൂദ്ക്കയിലോ പോകാൻ പറ്റും. 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ അടുത്ത 6 രൂപ പോകുകയുള്ളൂ. മുന്നത്തെ വീട്ടിൽ മരത്തിന്റെ പിന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന മാമനെ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ എംബിറ്റഡ് ജോലിയാണ് അവർക്ക്. നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ടാപ്പ് ചെയ്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 7 രൂപയ്ക്ക് പകരം നമ്മൾ 700 രൂപ കൊടുക്കേണ്ടി വരും ഫൈനായിട്ട്. അപ്രതീക്ഷിതമായി പല ബസ് സ്റ്റോപ്പുകളിലും തെളിഞ്ഞും മരനും ഇവർ നിൽക്കുന്നതായി നമുക്ക് കാണാം. ഇവർ നിൽക്കുന്നത് കണ്ട് ടാപ്പ് ചെയ്യുന്ന ചില വൃദ്ധന്മാരും ഉണ്ട്. അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടും തെന്നി മാറി. നമ്മൾ പോകുന്നത് പബ്ലിക് സർവീസ് ഹാൾ അഥവാ PSHലേക്കാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസിഡൻസ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ ഓണർ വന്നിട്ട് ഇവിടെ വന്ന് ഫോം ഫില്ലാക്കി കൊടുക്കണം. അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ആക്കുക എന്ന് പറയും. നമ്മൾ ഇന്ന് അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓണറിനെയും കൂട്ടിയിട്ട് PSHലേക്ക് പോയത്. ഇതിനു മുമ്പുള്ളൊരു ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ആക്കാൻ വേണ്ടി ഓണറുമായിട്ട് ഞങ്ങൾ വന്നതാണ്. ഈ കാണുന്ന പുഴ കണ്ടോ, ഇതാണ് കൂര റിവർ. ഈ റിവറിന് ശരിക്കും വേറെ എന്ത് വലിയ പേരുണ്ടെങ്കിലും ഞങ്ങൾ കൂര റിവർ എന്നാണ് വിളിക്കാറ്. ഈ കാണുന്ന മഷ്റൂം ഷേപ്പിലിരിക്കുന്ന ബിൽഡിംഗ് ആണ് PSH ഓർ പബ്ലിക് സർവീസ് ഹാൾ ഓർ ജസ്റ്റിസ് ഹൗസ്. ജോർജിയയിലെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാനായിട്ടും നമ്മൾ പബ്ലിക് സർവീസ് ഹാളിൽ വന്ന് രജിസ്റ്റർ ആക്കണം. ഇവിടുത്തെ കല്യാണങ്ങൾ രജിസ്റ്റർ ആക്കാൻ പോലും നമ്മൾ PSHൽ വരണം. നമ്മൾ കയറിയ ബസ് PSHന്റെ അടുത്തൊന്നുമല്ല കൊണ്ടു നിർത്തുന്നത്. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. PSH ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലിബർട്ടി സ്ക്വയർ. ജോർജിയയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ വൺ ഓഫ് ദ അട്രാക്ഷൻ സെന്ററും കൂടിയാണ് ലിബർട്ടി സ്ക്വയർ. അങ്ങനെ നടന്ന ലാസ്റ്റ് നമ്മൾ PSHന്റെ അടുത്തേക്ക് എത്തി. ഇവിടേക്കുള്ള ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുത്. അകത്ത് കയറിയതിനു ശേഷം ഞാൻ അധികം ഷൂട്ടാക്കാൻ നിന്നില്ല. ഇനി എന്നെങ്ങാനും പിടിച്ച് ജയിലിലിട്ടാൽ അൽഹംദുലില്ലാ അങ്ങനെ വിചാരിച്ച കാര്യം നല്ല അടിപൊളിയായിട്ട് നടന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും അണ്ടർഗ്രൗണ്ട് വഴി ഓപ്പോസിറ്റ് സൈഡിലെത്തി. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് പിടിക്കാനായിട്ട്. അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ചെറിയ ഷോപ്പുകളും വിൽപ്പനയ്ക്കായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ലിബർട്ടി സ്ക്വയർ ശരിക്കും കാണാൻ നല്ല അടിപൊളിയാണ്. വേറൊരു ദിവസം ലിബർട്ടി സ്ക്വയറിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇടാം. ഈ കാണുന്നതാണ് ടിബിലിസിലെ പീസ് ബ്രിഡ്ജ്. അതിന്റെ താഴെ കൂടെ ഒഴുകുന്ന കൂര റിവറിൽ കഴിഞ്ഞിടയ്ക്ക് 3 ആക്സിഡന്റ്സ് സംഭവിച്ചിരുന്നു. അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. എല്ലാം അടിപൊളിയായി കഴിഞ്ഞ സന്തോഷത്തിൽ നിങ്ങൾ ബസ് കയറി തിരിച്ചു വീട്ടിൽ പോയി. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഓക്കെ, മസ്സലാമ.